ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ് ഓഫ് കൽക്കണ്ടം ദ ഡിയോ ഡയറീസ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു യാത്ര പോവുകയാണ്. അത് നമ്മൾ പോകുന്നത് ബുള്ളറ്റേലാണ്. അപ്പോൾ ബുള്ളറ്റേൽ നമ്മൾ പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് തെന്മല. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എന്താ സംഭവം? മലയണ്ണാൻ. മലയണ്ണാൻ, വലിയ അണ്ണാൻ. ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് താഴോട്ടാണ് ഇനി ഇറങ്ങാൻ. തെന്മലയിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. പുനലൂർ ബ്രിഡ്ജ് അവിടെ പോകുന്നുണ്ട്. പിന്നെ തെന്മലയില്, പിന്നെ കണ്ണാറ ബ്രിഡ്ജ്, കണ്ണാറ റെയിൽവേ ബ്രിഡ്ജ്. അപ്പൊ ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ ഒരുപാട് പ്ലാനിങ്ങോടുകൂടൊന്നും അല്ല പോകുന്നത്. നമ്മള് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ നമ്മളൊന്ന് പോകാന്ന് വിചാരിച്ചതാ. അതെ. അപ്പൊ അതൊരു വ്ളോഗ് കൂടെ ആക്കിയാൽ നിങ്ങൾക്ക് കൂടെ അത് കാണാമല്ലോ. അപ്പം നിങ്ങളെയും കൂടെ അത് കാണിക്കാനായിട്ട് ഞങ്ങള് ഒരു ട്രിപ്പ്, അത്രയേ ഉള്ളൂ, ഒരു സ്മോൾ ട്രിപ്പ്. ഈ 3 സ്ഥലങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതെ അതെ അതെ. നിങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പോയിട്ടുള്ളവരുണ്ടായിരിക്കും. പുനലൂർ തൂക്കുപാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഫസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. സസ്പെൻഷൻ ബ്രിഡ്ജ് നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജ് ആണ്. ഗവൺമെന്റ് ഓഫ് ട്രാവൻകൂർ ആണ് അത് പണി കഴിപ്പിച്ചത്. പക്ഷെങ്കിൽ അതിന്റെ എഞ്ചിനീയർ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അതിന്റെ ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അതൊരു എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേറൊരു രാജ്യത്ത് നിൽക്കുന്ന അതെ ഒരു അനുഭവമാണ്. ഫോട്ടോ കണ്ടിട്ടുള്ള, അതിലെ പോകുമ്പോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി ഇറങ്ങി നിന്ന് അത് എൻജോയ് ചെയ്തിട്ടില്ല. നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. നമുക്ക് ഒരു ദിവസം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങളെ ഞങ്ങളുടെ കൂടെ ക്ഷണിക്കുന്നു. പിന്നല്ല. ഓക്കെ. അപ്പൊ മറക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോ. കൂടാതെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? മൈക്കിൾ ജാക്സന്റെ ഒരു ലുക്ക് ഉണ്ടടാ. 2 സ്റ്റെപ്പ് ഇട്ട് ഒന്ന് തിരിഞ്ഞു നിന്നേ. My biological name is Michael Elias Jackson Elias Vikram Elias. കഴിഞ്ഞ 2 ദിവസം ഇവിടെ മഴയില്ലായിരുന്നേ. നമ്മൾ മഴ ചേർന്നുണ്ട്. സോ ഗൈസ്, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഓഫ് ടു തെന്മല. ഗൈസ്, നമ്മളിപ്പം ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് വഴിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൈ നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഈ ഫോണിൽ കൂടെ കാണുമ്പോഴാണ് അതിന്റെ ഒരു റിയൽ ഒരു ബ്യൂട്ടി കാണുന്നത്. ഇത് ഭംഗിയാ. ബുള്ളറ്റ് യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആ ഒരു ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഫോണിൽ കൂടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്.
നമ്മൾ തെന്മല പഞ്ചായത്തിലേക്ക്, തെന്മല ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഗൈസ് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മളപ്പോൾ അങ്ങനെ തെന്മല അടുക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് വിശന്ന് തുടങ്ങി പതുക്കെ അല്ലേ. അപ്പോൾ വിശന്നപ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഒന്ന് നിർത്തി. അത് തന്നെയല്ല, കുറേ നേരം കൊണ്ട് നമ്മൾ യാത്രയിലാണ്, നമുക്കൊന്ന് മടുത്തു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനിയും ബാക്കി മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളങ്ങ് നിർത്തിയതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയാണല്ലേ, പൊതിച്ചോറ് കിട്ടി. നമ്മുടെ ഹോംലി ഫുഡാണ് നമുക്ക് ഇഷ്ടം ഹോട്ടൽ ഫുഡിനേക്കാൾ. അതുകൊണ്ട് നമ്മൾ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് പോവാം. ഓക്കെ ഗൈസ്, ചിക്കൻ ഫ്രൈ ഉണ്ട്, എയർ ഫ്രൈ ആണ്. കുക്കുംബറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മോരുണ്ട്. മോരൊഴിച്ചോ. സോ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞു. നല്ല ലഞ്ചായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചു. ലഞ്ചിന് ശേഷം അയ്യോ ഭയങ്കര വണ്ടികളാണ് കേട്ടോ, നല്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. ലഞ്ചിനൊക്കെ ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു, തെന്മല. ഓക്കെ, ഗൈസ് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. അഡ്വഞ്ചർ സോണിൽ കയറുന്നതിന് ഒരാൾക്ക് 150 രൂപ. അങ്ങനെ നമ്മൾ 300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോവുക. 150 രൂപ എന്ന് പറയുന്നത് ജസ്റ്റ് അതിനകത്ത് കയറാനുള്ള എൻട്രി ഫീസാണ്. ബാക്കി ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എൻ്റെ ബാക്കിൽ കാണുന്നത്, ജസ്റ്റ് ബാക്കിൽ കാണുന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോകുമ്പോഴാണ് അഡ്വഞ്ചർ സോൺ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ അകത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ എൻട്രിന്ന് കാണിച്ചു തന്നില്ലേ, ആ എൻട്രി വഴി നമ്മൾ അകത്തേക്ക് ഒരു വലത്തോട്ടൊരു ചെറിയൊരു പാസേജ് ഉണ്ടായിരുന്നു. അതിനകത്തൂടാണ് നമ്മൾ മുമ്പോട്ട് കയറി വന്നത്. ഓഫീസ് റൂമിനകത്തൂടെ കയറി ഇതിലെ ഒരു പാസേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി വന്ന് നിൽക്കുന്നിടത്താണ് ചാച്ചു ഇപ്പം നിൽക്കുന്നത്. അതെ, ഇവിടെ ഇങ്ങനെ നിൽക്കുക. അങ്ങോട്ട് പോയില്ല, മുമ്പോട്ട് പോയില്ല, മുമ്പോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഇത് കണ്ടപ്പോ തന്നെ ഇവിടെ ഇങ്ങനെ നിക്കാൻ തോന്നി. അതെ അതെ, ഭയങ്കര ശാന്തത നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. തെന്മല എക്കോ ടൂറിസം എന്ന് പറയുന്നത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാന്ന് തോന്നുന്നല്ലേ. ഒത്തിരി ആൾക്കാർ അങ്ങനെ വന്ന് കാണുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ പക്ഷെ അടിപൊളി സ്ഥലം. ഞങ്ങളിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല വരുന്നത്. നമ്മള് BEdന്റെ ഒരു ടൂർ ഉണ്ടായിരുന്നു, അതിന് മുമ്പേ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് തെന്മല അഡ്വഞ്ചർ സോണിലേക്കാണ്. ഇവിടോട്ട് ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ അഡ്വഞ്ചർ സോണിൽ ആദ്യമായിട്ടാണ്. നല്ല ചീവീടിന്റെ അഡ്വഞ്ചർ സോണിൽ 150 രൂപയാകത്ത്. അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് 150 രൂപ. വലിയ കുഴപ്പമില്ല.
കുഴപ്പമില്ലാത്തൊരു ഫീസാണ്. കുഴപ്പമില്ലെന്നുള്ളൂ. സാധാരണക്കാർക്ക് അതൊരു ഇതായിരിക്കും, അഫോർഡബിൾ ആയിരിക്കത്തില്ല അല്ലേ, സ്റ്റുഡൻസിനൊക്കെ ആണേലും. അതെ. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു ഈ തെന്മലയിലെ തന്നെ വേറൊരു പോർഷനാണ് ഡാമിന്റെ വ്യൂ പോയിന്റ്. അത് 10 രൂപയുള്ളൂ എൻട്രി ഫീസ്, ഡാമിന്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി. അവിടെയാ നമ്മള് ബിഎഡിന്റെ സമയത്ത്. അത് അടിപൊളിയാ കേട്ടോ. 10 രൂപയുള്ളൂ. നമുക്കന്നറിയത്തില്ലായിരുന്നു 10 രൂപയാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചു, അപ്പം 10 രൂപയുള്ളെന്ന് അവരിങ്ങനെ പറഞ്ഞു. അവിടെ ഞങ്ങൾ ഒത്തിരി എൻജോയ്. നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോകേണ്ടവർക്ക് അവിടെ പോവാം, ഇവിടെ അഡ്വഞ്ചർ സോണിൽ കയറേണ്ടവർക്ക് ഇവിടെ കയറാം. വേറെ ഒരെണ്ണമുണ്ട് കൾച്ചറൽ എന്തോ, അതിന്റെ അപ്പുറത്ത് തൂക്കുപാലം ഒക്കെ ഉള്ള ഒരു ഇതില്ലേ, ഡാമിന്റെ നടുക്കൂടെ തൂക്കുപാലം ഉണ്ട്. അതേ കയറാൻ വേറൊരു പോർഷനിൽ കൂടാന്ന് തോന്നുന്നു കയറണ്ടേ. വ്യൂ പോയിന്റ് കാണാൻ കയറുന്നിടത്തൂടെ അതിലെ കയറിയാതെ കയറാൻ പറ്റത്തില്ല എന്നാണ് ഞാനൊരു മനസ്സിലാക്കിയത് വെച്ചിട്ട് ചുമ്മാ ഇവിടെ നിന്ന് വാചകം അടിച്ചോണ്ട് നിൽക്കുക രണ്ടുപേരോട്. അതേണ്ട, ഇതാണ് നമ്മുടെ, നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ മരങ്ങളാണ്. കൊള്ളാം കേട്ടോ. ഇതെന്തായാലും അടിപൊളിയാട്ടോ. ഇവിടെ നമ്മൾ വന്നിട്ടില്ല, നമ്മൾ വീഡിയോസ് കണ്ടിട്ട് വന്നതാണ്. ഒരു വല്ലാത്ത വേറൊരു ഫീൽ. എങ്ങനെയുണ്ട്? അടിപൊളി ഫീലിംഗ് അല്ലേ? ഇങ്ങനൊരു നല്ലൊരു സ്പോട്ടും ആൾക്കാരും ഇല്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, പീസ്ഫുൾ. ആൾക്കാരില്ലാത്തത് വീക്ക് ഡേ ആയോണ്ടായിരിക്കും. വീക്കെൻഡ്സിലൊക്കെ ആൾക്കാർ കാണും, എന്നാലും എത്ര പേര് വന്നാലും അതുപോലെ ഏരിയ കിടക്കുക. ഇപ്പം ആരും ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം. നേരത്തെ ഇവിടെ ആള് വന്ന് പോയോന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പം. പക്ഷെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഫീലിംഗ്, നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു, അതെ, നേച്ചറിന്റെ ഒരു ഗിഫ്റ്റ്. നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, എങ്ങനെയുണ്ട്? നമ്മൾ കയറിയതേ ഉള്ളൂ, ഇനി ഒത്തിരി കിടക്കുന്നു മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ കയറി വരുന്ന ആ ഒരു ഭംഗിയാണ് ഞാൻ എടുക്കാനായിട്ട്, വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. താഴോട്ട് നോക്കിയാൽ എന്താണ്, നല്ല താഴ്ചയിലാണ്. ഇതൊരു ബ്രിഡ്ജാണ്, അതായത് നമുക്ക് നടന്നു പോകാനുള്ള ഒരു പാസേജ് പോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. താഴോട്ട് നല്ല താഴ്ചയാണ്, അതിന് മുകളിലായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കെട്ടി വെച്ചേക്കുന്നത്. ഒരു ഫോറസ്റ്റിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് നടന്നു പോയി കാണാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നല്ലതാണ്, അടിപൊളിയാണ്. ഞങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, നമ്മള് കുറച്ചിങ്ങോട്ട് വന്നതേ ഉള്ളു, അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അങ്ങ് സ്റ്റക്കായി പോയി. കൊള്ളാം. ഇനി പോണോ മുമ്പോട്ട്? എന്നാലും ഇപ്പോ എന്തായാലും പൈസ കൊടുത്ത് കയറിയതല്ലേ, കണ്ടിട്ട് വരാം. ഇനി മേളിലോട്ടൊരു കയറ്റമാണ്, സ്റ്റെപ്പ് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ സ്റ്റെപ്പ് കയറാനായിട്ട് പോവാണ്. അതെനിക്ക് തോന്നുന്നു ഒത്തിരി ഉണ്ടല്ലേ, ഒത്തിരി ഹൈറ്റിലാണ് ആ ഒരു നമ്മളിനി കയറാൻ പോകുന്നതിനെക്കാട്ടിലും ഹൈറ്റിലാണ് ആ സ്റ്റെപ്സ് ഇരിക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ ഗൈസ്, അപ്പം നമ്മള് സ്റ്റെപ്പ് കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് കാണാം. ഇത്രയും നേരം ഈ ചാച്ചുവിന്റെ പുറകെ ഞാൻ നടന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇനി എന്റെ പുറകെ ചാച്ചു. നിന്റെ വീഡിയോ എടുക്കണോന്ന് അങ്ങ് പറഞ്ഞാ പോരെ? അല്ല, എനിക്ക് എങ്ങനെ പറയണം. ശരി, നടക്ക്. ഇത് എന്തോരു കയറ്റമാണോന്ന് നോക്കി, എന്തോരം സ്റ്റെപ്പാണെന്ന് നോക്കി. ഇതെല്ലാം നമ്മൾ ഇനി കയറി പോകണം.
കയറിയാലല്ലേ പറ്റുള്ളൂ. അങ്ങോട്ട് കയറണം. കുറെ കാലത്തിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റെപ്പുകൾ കയറാനായിട്ട് പോവുക അല്ലേ? ഇങ്ങോട്ട് വാ. നമ്മളങ്ങനെ മന്ദം മന്ദം സ്റ്റെപ്പുകൾ കയറുകയാണ്. നല്ല രസം. ചെറിയ 2-3 പില്ലറിലാണ് ഇതെല്ലാം നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ടോ ഒരു പില്ലർ, ഇത് അതുപോലെ കുറച്ച് പില്ലർ താഴെ കാണാം. അപ്പം അതിൻ്റെ ബലത്തിലാണ് ഇത്രയും സ്റ്റെപ്പ് നിൽക്കുന്നത്. ആടുന്നുണ്ട്. ആ ചെറിയ ആട്ടമുണ്ട്. ഈ കപ്പൽ ഒരിക്കലും ആടുകയില്ല സാർ. ചെറിയൊരു ആട്ടമുണ്ട് പേടിയുണ്ടോ? നടക്കുമ്പോ. എന്തിന്? ആ കൂടിപ്പോയാൽ താഴെ വീഴും, എൻ്റെ കൂടെ അവിടെ വീഴും, അത്രയേ ഉള്ളൂ. കൈയും കാലും എന്തോ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കൂരിട്ടും കൊടിയ കാടുമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാടാ മൊത്തം അല്ലേ? വെയിലത്ത് നിന്ന് പക്ഷെ പറയാ ചാച്ചു പോവാം പാ. ചാച്ചു എന്തോ വെയിലത്ത് നിന്ന് ഈ കുറ്റാക്കൂരിട്ടെന്ന് പറയുന്നു. സോറി ഗൈസ്, ഇത് ഈ കണ്ണാടിയുടെ ആണെന്ന് തോന്നുന്നു, കുറ്റാക്കൂരിട്ടായിട്ട് തോന്നുന്നു. പണ്ട് ഞാൻ അവിടെ പോയപ്പോ വാഗമണിൽ പോയപ്പോ സോജിയ മിസ്സിനോട് പറഞ്ഞ പോലെ ഇത്രയും വെയിലത്ത് നിന്നിട്ട് സൺഗ്ലാസ് വെച്ചേക്കുമായിരുന്നു. പോവാം. My God.